കവിത എഴുതി തുടങ്ങിയത്? കവിത എഴുതി തുടങ്ങിയിട്ട് ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും എഴുതിയിരുന്നില്ല. മാത്രമല്ല ഞാൻ മാഷേനും ഈ ക്ലാസ് ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ ഇത് എപ്പോഴാണ് തോന്നിക്കഴിഞ്ഞത്, എനിക്ക് ആദ്യകാലത്ത് ഞാൻ പെണ്ണൊന്നും കൊണ്ട് നടന്നില്ല. എപ്പോഴെങ്കിലും ഒരു കടലാസൊക്കെ കിട്ടും, ഈ സീറിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ അതിൽ ഞാൻ എന്തെങ്കിലും ആരെങ്കിലും അടുത്ത് പെണ്ണ് കടം വാങ്ങും, അപ്പം കുത്തി കുറിക്കും. പിന്നെ എനിക്കിങ്ങനെ തോന്നി എനിക്കൊരു പെണ്ണ് വേണ്ടി വരുന്നു. അങ്ങനെ ഞാൻ പെണ്ണ് വാങ്ങി. ചില സന്ദർഭം ഞാൻ എഴുതി പോകാറില്ല, അറിയാതെ എഴുതാറുണ്ട്. പിന്നെയാണ് ഞാൻ പെണ്ണൊക്കെ അതിപ്പോൾ അടുത്ത കാലത്തായിട്ടുള്ളൂ അങ്ങനെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ എഴുതി. അപ്പം ചിലത് ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ കവിത പോയ സമയത്ത് ഒരു കവിത കേട്ട് ഒരു മുസ്ലിം സ്ത്രീ കരഞ്ഞുപോയി. അപ്പം ഞാൻ എൻ്റെ ഈ കവിതയിൽ ഈ ശീബോധിക്കൂട്, ചാണകഭസ്മം ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് എങ്ങനെ സ്വാധീനിച്ചു എന്ന് എനിക്കറിയില്ല. അതിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ ഈ മകൻ ജീവിച്ചിരിക്കുമ്പം, അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മകൻ മരിച്ചു പോകുമെന്നുള്ള വിശ്വാസത്തിൽ ഒരു സുപ്രഭാതത്തിൽ മകനെ കുളിപ്പിച്ച് ഈ ശീബോധിക്കൂടിന് ഭസ്മൊക്കെ ഇട്ട് തൊടിച്ചിട്ട് ഇവനെ ജോലിക്ക് പറഞ്ഞേക്കും. അത്ര വലിയ മകനാണ്. ജോലിക്ക് പറഞ്ഞയച്ച് അവൻ മടങ്ങി വരുമ്പോഴേക്ക് ഈ അമ്മ തുളസിസാറിൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്യണം. പക്ഷെ മകൻ അറിഞ്ഞോ അറിയാതെ ഈ അമ്മയുടെ നാമങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നാമങ്ങൾ. നിനക്കൊന്നു കേൾക്കാൻ ഉരുവിട്ട മന്ത്രം, മാണിക്യമണി പോൽ നീ സൂക്ഷിച്ച മന്ത്രം, അമ്മ മന്ത്രം, അമൃതമന്ത്രം, മനശ്വര മന്ത്രം, അനഘ സംഗീതമാമനവനാമ മന്ത്രം, അതരത്തിലമൃതം നിറ്റിച്ച മന്ത്രം, ഈശ്വര മന്ത്രം, ജഗതീശ്വര മന്ത്രം, മനശ്വര മന്ത്രം. എങ്കിലും ഭാഗ്യവാനാണ് അമ്മ തന്നാമം ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഈ കവിത കേട്ടാണ് ഈ സ്ത്രീ കരഞ്ഞു പറഞ്ഞത്. ഒരിക്കലും ഒരു ദിനപത്രത്തിൽ താങ്കളെ പറ്റി കണ്ട ഒരു സ്റ്റോറിയുടെ എൻ്റെ ഹെഡിങ്, എൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു, കവിതകളുടെ നിമിഷവേഗം എന്നായിരുന്നു. വളരെ നിമിഷവേഗത്തിൽ കവിതകൾ എഴുതാനുള്ള സിദ്ധി താങ്കൾക്ക് ഉണ്ടാകുന്ന കയറും. നമുക്ക് ഒരു വിഷയം തന്ന ഒരു കവിത അതിനെപ്പറ്റി പെട്ടെന്ന് എഴുതാൻ കഴിയുന്നുണ്ട്. ഞാൻ ഒന്നും ഇവിടെ അങ്ങനെ ഇരുന്നപ്പോൾ ഈ ഇവിടുത്തെ ഐഡിയ ശാസ്ത്രങ്ങളെ കുറിച്ച് ഞാൻ സാധനം ഈ മേക്കർ റൂമിൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ ഞാൻ ഇവിടെ എത്തിയതിന് ശേഷം അത് എഴുതി. അത് ഞാൻ ഇപ്പോൾ എഴുതി. അത് എത്രത്തോളം നന്നായെന്ന് എനിക്കറിയില്ല. വെറുതെ കുത്തിക്കുറിച്ച് കേട്ടാലോ? കേൾക്കണോ? കൗതുകം ഉണ്ടല്ലോ. ഇപ്പൊ ഉടനെ ഏറ്റവും അവസാനം എഴുതിയ കവിത. അതെ, വിശേഷിപ്പിക്കാം. ശുദ്ധ സംഗീതം ഹൃദയത്തിലെത്തിച്ച സ്റ്റാർ സിംഗർ കൂട്ടുകാരെ, കോടാനുകോടി മനുഷ്യ മനസ്സിൻ്റാഴം കവർന്നവരെ, സംഗീത സാന്ദ്രമൊന്നാക്കിയോരേ, നജീമുമാ ദുർഗയും അരുൺ ഗോപനും തുഷാറുമായിഷോ അമൃത ചോല, എം ജിയും ദീദിയും ഈ ശരത്തും ചേർന്നെത്രയോ പ്രതിഭയെ കണ്ടെടുത്തു. ഇതിഹാസമാകുന്ന ചാനൽ അതേഷ്യാനെറ്റാണു സത്യം, അജയ്യമായി തുടരട്ടെ യാത്ര, ഒരു ദൃശ്യമാധ്യമയാത്ര. തീർച്ചയായും ഒരു സുപ്രഭാതത്തിന് വളരെയധികം പ്രാധാന്യമാണ്. കാരണം നമ്മുടെ ഒരു കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു സ്നേഹം നമ്മൾ വീണ്ടും അനുഭവിച്ചറിയുകയാണ് താങ്കളുടെ വാക്കുകളിലൂടെ. അദ്ദേഹത്തിൻ്റെ ആ നിഷ്കളങ്കത നമ്മൾ തിരിച്ചറിയുകയാണ് താങ്കളുടെ വാക്കുകളിലൂടെ. ഒരുപക്ഷെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു കറുത്ത വട്ടക്കണ്ണടയും ആ മുട്ടോളം എത്തുന്ന ആ ഒറ്റമുണ്ടും ആ തോളത്തിൽ സഞ്ചിയും കുറ്റിത്താടിയും ഒക്കെ വീണ്ടും നമ്മൾ കൺമുന്നിൽ വന്നിടുകയാണ്. കാരണം അത് ഭാഷയെ സ്നേഹിക്കുന്ന, കവിതയെ സ്നേഹിക്കുന്ന ആർക്കും ഒരു കാലത്തൊന്നും മറക്കാനാവില്ല ആ ചിത്രം വീണ്ടും നമ്മളിലേക്ക് കൊണ്ടുവന്നു തന്നതിന്, ഈ ഒരു അനുഭവം ഞങ്ങളുമായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം. സന്തോഷം.